പ്രശസ്ത അധ്യാപകനും നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തും ഒരു ഫാമിലി കൗൺസിലറൊക്കെ ആയിട്ടുള്ള മൻസൂർ മാഷ് പറഞ്ഞു, നിങ്ങൾ സ്കൂളിലെ കുട്ടിയൊക്കെ ഒരു ക്ലാസ് എടുക്കണമെന്നാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് യൂട്യൂബിൽ മാത്രം ഈ ഒഴിവുകളിൽ യൂട്യൂബിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഔട്ട്സൈഡ് ക്ലാസ്സുകൾക്ക് ഞാൻ വല്ലാതെ അങ്ങോട്ട് പ്രാധാന്യം കൊടുക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ എടുക്കാറുള്ളൂ. പിന്നെ ആദ്യം ഞാൻ കുറച്ചൊന്നും മടിച്ചത്, ഞാനൊരു ഡേറ്റ് പറയാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും അങ്ങ് ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അടുത്ത ചൊവ്വാഴ്ച എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ചൊവ്വാഴ്ചത്തേക്ക് ക്ലാസ് എടുക്കുമ്പോഴേക്ക് ആ കുട്ടികൾക്കനുസരിച്ചുള്ളൊരു മോഡ്യൂളും തന്നു. ആ മോഡ്യൂളിനനുസരിച്ച് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ തന്നെ വേഗം എന്ത് ചെയ്തു, ഏതായാലും എനിക്കൊരു ഹോളിഡേ ആണ്, ഒഴിവ് ദിവസമാണ്, സാറ്റർഡേ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പ്രിപ്പറേഷൻ തുടങ്ങി. ഒരു 10 മണി ഏതാണ്ട് ഒരു 9 മണിക്ക് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി. ഏതാണ്ടൊരു വൈകിട്ട് 3:30 ആയപ്പോഴേക്കും, അതിൻ്റെ അടുക്ക് ഉറങ്ങേണ്ട സമയമൊക്കെ ഉറങ്ങിയപ്പോഴേക്കും എൻ്റെ കണ്ടൻറ്റൊക്കെ റെഡി ചെയ്താൽ നോക്ക്, നല്ല മനോഹരമായിട്ടുള്ള പവർ പോയിൻറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡിയായി, എല്ലാം പോയിൻ്റ് ബേസായിട്ട് റെഡിയായി. ഇനിയിപ്പോൾ എനിക്ക് ചൊവ്വാഴ്ച ഞാൻ പിന്നെ വിളിച്ചു, മൻസൂർ മാഷെ വിളിച്ചു, തിങ്കളാഴ്ചത്തേക്ക് ക്ലാസ് ആക്കണമെങ്കിൽ ആക്കിക്കോന്ന് പറഞ്ഞു. കാരണം എനിക്ക് രാവിലെ കുറച്ച് സമയം ഫ്രീ ഉണ്ടാവും. പ്രാവശ്യം പൊതുവേ എനിക്ക് പ്രിപ്പറേഷൻ എടുക്കുന്നതിനേക്കാളും 4/1 സമയം ഇത്രയും ഒരു 1.5 മണിക്കൂറിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ്, ചിലപ്പോൾ അതിലേറെ നീളാൻ സാധ്യതയുള്ളൊരു കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈ പ്രാവശ്യം എന്നെ സഹായിച്ച ഒരു വലിയൊരു അസിസ്റ്റൻസ് ഉണ്ട്, ChatGPT എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമാണ്. ഈ ChatGPTനോട് നമുക്ക് എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും അത് ഇങ്ങോട്ട് പറഞ്ഞു തരും എന്നുള്ളതാണ്, നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ മലയാളത്തിൽ തന്നെ നമുക്ക് പറയാമല്ലോ, മലയാളത്തിലും പറയാം. +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് ക്ലാസ് എടുക്കാനുണ്ട്, ഒരു മെറ്റീരിയൽ പറഞ്ഞു തരൂ അല്ലേ. ChatGPT നമുക്ക് ഒരുപാട് ആശയങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആശയങ്ങൾ ChatGPT ഇങ്ങോട്ട് പറഞ്ഞു തരും. ഞാൻ ഇംഗ്ലീഷിലായിരുന്നു ഇന്നലെ സജഷൻസ് കൊടുത്തത്, ഇംഗ്ലീഷിലാണ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തത്. അതിലാകുമ്പോൾ കുറച്ചുകൂടി കണ്ടൻസ് കൂടുതൽ കിട്ടുക. കണ്ടോ, ഇതിന് ഈ പവർ പോയിൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്രയും കണ്ടൻസ് ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയേറെ കണ്ടൻസ് ഉണ്ടാക്കി. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റേതായ രീതിയിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നുള്ള മെയിൻ ടൈറ്റിൽസൊക്കെ എഴുതിയിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിൻ്റിൽ ഇട്ടുകൊണ്ട് അതും ഇട്ട് വെച്ചു. ഇതാ കണ്ടോ, മനോഹരമായിട്ടുള്ള സ്ലൈഡുകളൊക്കെ തീർത്തുകൊണ്ട് സംഗതി റെഡിയായി. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം, നമ്മൾ ടെക്നോളജിക്കൽ സാധ്യതകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇന്ന് ChatGPTയെക്കുറിച്ച് പഠിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഈ ChatGPT എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് ചാറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു കാര്യം അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ചാറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചാറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് വേണ്ട ഇൻഫർമേഷനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് കൂടുതൽ കസ്റ്റമൈസബിൾ ആക്കിക്കൊണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് ഇതിന് പറഞ്ഞു തരും എന്നുള്ളതാണ്. ഇപ്പം ഇന്ന് ഞാൻ വേൾഡ് ഫുഡ് ഡേ ആണ് നാളെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോഴാണ് ഓർമ്മ വന്നത്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ സമയമില്ല, അത് ഹോസ്പിറ്റലിൽ പോകാനായി 7 മണി ആവാറേ. പെട്ടെന്ന് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ChatGPTയോട് ഫുഡ് ഡേ ഐഡിയാസ് പറഞ്ഞു തരാൻ പറഞ്ഞു. അത് പറഞ്ഞു തന്നു. ഈ വർഷത്തെ മെസ്സേജ് ChatGPTക്ക് അറിയില്ല, മനസ്സിലായില്ലേ? അതറിയില്ല. അപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ പോയിട്ട് ഈ വർഷത്തെ മെസ്സേജ് എന്താണ്, വാട്ടർ ഈസ് ഫുഡ്, വാട്ടർ ഈസ് ലൈഫ് എന്നുള്ളതാണ് ഈ വർഷത്തെ മെസ്സേജ്. അത് അപ്പുറത്തുനിന്ന് കിട്ടി. പിന്നെ ഞാൻ അതിനോട് ChatGPT ചോദിച്ചു, അപ്പോൾ വാട്ടറിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു കണ്ടൻസ് ചോദിച്ചു. അപ്പോൾ വാട്ടറിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ChatGPT ഇങ്ങോട്ട് പറഞ്ഞു തന്നു. കാരണം നമുക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റില്ലല്ലോ എല്ലാ കണ്ടൻസും. അപ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരുപാട് സമയം സ്ക്രോൾ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ തലച്ചോറിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ, ഈ ന്യൂസൊക്കെ കണ്ട് വല്ലാണ്ട് ഫോൾഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് ഇതൊക്കെ നോക്കാൻ വേണ്ടി ഇതുപോലുള്ള ആപ്പുകളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇനിയും ChatGPTയെക്കുറിച്ച് ഞാനിപ്പോൾ കോഴ്സുകളൊക്കെ അതും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും നിർബന്ധമാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാഴുന്നൊരു കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊപ്പം നമ്മൾ ചലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും അല്ലാതായി പോകും. അത് നമ്മൾ ഓർക്കണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതല്ല, ആ ഷെയർ ചെയ്യുന്ന പ്രസൻറ്റേഷൻ സ്റ്റൈലിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നോക്കിയാലും ChatGPTയിൽ നോക്കിയാലും ഒക്കെ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. അതിനെ നമ്മൾ മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് എത്തുന്ന രീതിയിൽ അവരുടെ തലച്ചോറിൽ ഏറ്റവും നല്ലൊരു അറിവായിട്ട് പകർന്നു കൊടുക്കുന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ കഴിവ്. ആ കഴിവാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് പല രീതിയിലുള്ള ക്ലാസ്സുകളിലേക്ക് ഞാനിപ്പോൾ മാറാൻ കാരണം അതുകൊണ്ടാണ്. കാരണം നമുക്ക് ഒരു യുണീക്ക്നെസ് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ടെക്നോളജി പറയുമ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ഇതാ
ജസ്റ്റ് വേണമെങ്കിൽ ഈ ChatGPT പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു തരാം. റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്, ഗാഗ് ഫ്രൂട്ട് ഈസ് എക്സ്പെഷ്യലി ഹൈ ഇൻ കരോട്ടിനോയിഡ്സ് സച്ച് ആസ് ബീറ്റ കരോട്ടിൻ ആൻഡ് ലൈക്കോപ്പിൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിച്ച് അതിലൊരു കാര്യമല്ല, അത് നമുക്ക് ഇതാണ്. പക്ഷേ നമ്മൾ അതിൻ്റേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി, ഇൻഗ്രീഡിയൻസ് വരുത്തി, അതിൻ്റേതായ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈലിലൂടെ അത് പ്രസൻറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ ChatGPT ഒക്കെ നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകളൊക്കെ ChatGPTയോടൊക്കെ ഒരുപാട് നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ്. ഇപ്പോൾ ഒരു ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണെങ്കിൽ എന്താണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ ChatGPTയോട് പറയാം, എന്താണ് എനിക്കിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ChatGPTയോട് ചെയ്യാം. എനിക്കൊരു ബിസിനസ് പ്രസൻറ്റേഷൻ കൊടുക്കാനുണ്ട്, പ്രിപ്പയർ എ പ്രസൻറ്റേഷൻ ഫോർ ദ നെക്സ്റ്റ് ബിസിനസ് മീറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കസ്റ്റമർ അതേപടി പകർത്തണം എന്നല്ലോ ഞാൻ പറയുന്നത്. എന്നിട്ട് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളുടെ ഉള്ളിലേക്ക് അതൊരു സ്റ്റിമുലസ് ഇട്ട് തരും. അതിനനുസരിച്ച് നിങ്ങളുടേതായ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ChatGPT സൂപ്പറാണ്. ഓക്കെ, ബൈ.